വർക്കല സ്വസ്തിക് ജ്യോഷ്ഠം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയ്ക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആയില്യം നക്ഷത്രക്കാർ. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി സ്ഥിരമായിട്ട് ഏത് ദേവതാ സങ്കല്പത്തെ ആരാധിക്കുന്നതാണ് അവർക്ക് ഉയർച്ച നൽകാൻ ഉതകുന്നത്. സർപ്പത്തിനെയാണ് അവർ ആരാധിക്കേണ്ടത്. ആദ്യമേ പറയാം, ആയില്യം നാളിന്റെ ദേവത സർപ്പങ്ങളാണ്. അപ്പൊ സർപ്പാരാധന എല്ലാ കാലവും അവർക്ക് ഗുണവും ഉയർച്ചയും സൗഭാഗ്യവും മനസ്സിനും ശരീരത്തിനും സൗഖ്യതയും വിദ്യയും കുടുംബത്തിന്റെ ഗുണങ്ങളും നൽകും. അങ്ങനെയാകുമ്പോൾ ഏതൊക്കെ സർപ്പാരാധനാ കേന്ദ്രങ്ങളിലാണ് അവർ പോകേണ്ടത്? ഒരുപാടുണ്ട്. കേരളം തന്നെ ഒരു സർപ്പക്ഷേത്രമാണ്. സർപ്പത്തിന്റെ പ്രധാനപ്പെട്ട വാസഭൂമിയാണ്. പാതാള ലോകമായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. കേരളത്തിന്റെ ഇങ്ങേ തെക്കേ അറ്റത്ത് അനന്തശായിയായിട്ടുള്ള മഹാവിഷ്ണു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അനന്തന്റെ പുറത്തല്ലേ ശയിക്കുന്നത്. അത് പാതാളവാസിയായിട്ട് വേണം പറയേണ്ടത്. സങ്കല്പം അങ്ങനെയാണ്. അങ്ങനെ വന്നാൽ പോലും ഏതൊക്കെ മഹാക്ഷേത്രങ്ങളിലാണ് ആയില്യം നാളുകാർ സ്ഥിരമായിട്ട് ദർശനം നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കർണാടകയിലെ കുക്കി സുബ്രഹ്മണ്യം, ദക്ഷിണ കർണാടകത്തിലെ കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആയില്യം നാളുകാർ വിശേഷമായിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും ഒക്കെ ദർശനം നടത്തുന്നത് അവരെ സംബന്ധിച്ച് സർപ്പത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്നതിന് ഏറ്റവും ഗുണപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ മണ്ണാറശാല, ഹരിപ്പാട് മണ്ണാറശാല, വെട്ടിക്കോട് തുടങ്ങിയ ക്ഷേത്രങ്ങൾ ആയില്യം നാളുകാർക്ക് അവരുടെ ജീവിതത്തിലെ ജാതകത്തിലെ ദോഷങ്ങൾ മാറുന്നതിനും നക്ഷത്ര ദുരിത ദോഷങ്ങൾ മാറുന്നതിനും ഒക്കെ തന്നെ ഈ പറഞ്ഞ 3 ക്ഷേത്രങ്ങളുടെ ദർശനം വളരെ ഗുണം നൽകുന്നതാണ്. അതിൽ തന്നെ കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത സർപ്പ ദുരിതങ്ങൾ മാറുന്നതിനുള്ള സർപ്പപ്രതിഷ്ഠാദി കാര്യങ്ങളും അതുപോലെ സർപ്പബലി കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. സർപ്പസംസ്കാരം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വഴിപാട് തന്നെയുണ്ട് കുക്കി സുബ്രഹ്മണ്യായിൽ. കുക്കി സുബ്രഹ്മണ്യായിൽ സർപ്പസംസ്കാരം എന്നുള്ള ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു സർപ്പത്തിന് നാശം വരുത്തിയെങ്കിൽ, ഒരു സർപ്പത്തിന്റെ ജീവന് ഹാനി വരുത്തിയിട്ടുണ്ടെങ്കിൽ, സർപ്പത്തിന്റെ വാസസ്ഥാനത്തിന് നാശം വരുത്തിയിട്ടുണ്ടെങ്കിൽ, സർപ്പത്തിന്റെ മുട്ടകൾക്ക് നാശം വരുത്തിയിട്ടുണ്ടെങ്കിൽ, സർപ്പ കുഞ്ഞുങ്ങളെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കാവും കുളവും അറിഞ്ഞോ അറിയാതെയോ നശിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ മഹാദുരിതം മാറുന്നതിന് അവിടെ സർപ്പസംസ്കാരം എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെയുണ്ട്. അതിൽ പങ്കെടുത്ത് ചെയ്യാവുന്നതാണ്. സർപ്പബലി ചെയ്യാം. സർവ്വവിധ സർപ്പദോഷങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ആയില്യ നക്ഷത്രക്കാർ എല്ലാ കാലവും സർപ്പബലിയാദി കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ കുടുംബത്തിനും അവർക്ക് അവരുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നതാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആയില്യം നക്ഷത്രക്കാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുക്കി സുബ്രഹ്മണ്യയിൽ, ദക്ഷിണ കർണാടകയിലെ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി തൊഴണം, ആരാധിക്കണം. അവിടുത്തെ പ്രധാന ദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. നാഗരാജാവായിട്ടുള്ള വാസുകി ഗരുഡന്റെ ആക്രമണം ഭയന്നൊരു ഗുഹയിൽ ഒളിച്ചപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന വാസുകിയെ രക്ഷിക്കാൻ വേണ്ടി സുബ്രഹ്മണ്യൻ വന്നു എന്നാണ് സങ്കല്പം. അവിടെ തന്നെ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠ തന്നെ വാസുകിയുടെ അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ്. സർപ്പദോഷം മാറുന്നതിന് സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം കൂടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കുക്കി സുബ്രഹ്മണ്യ ദർശനം ആയില്യം നാളുകാർക്ക് എല്ലാ കാലവും ഗുണമായിരിക്കും. പിന്നെ മണ്ണാറശാല, അതും വാസുകി സങ്കല്പത്തിൽ പെടുന്ന സർപ്പക്ഷേത്രമാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർപ്പക്ഷേത്രങ്ങൾ ഒന്നാണ്. സന്താന ദുരിതം മാറാൻ ആയില്യം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളോ സന്താന ക്ലേശങ്ങളോ, സന്താനങ്ങൾ ഇല്ലാത്തതിന്റെ ദോഷം മാറുന്നതിനോ, സന്താനങ്ങൾ ഉണ്ടായിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന ദോഷം മാറുന്നതിനോ, ഭൂമിക്കുണ്ടാകുന്ന സർപ്പദോഷം മാറുന്നതിനോ, ഭൂമി സംബന്ധമായ സർപ്പദുരിതങ്ങൾ നമുക്കുണ്ടെങ്കിലോ ആയില്യം നാളുകാർ സ്ഥിരമായിട്ട് ആരാധിക്കേണ്ട ക്ഷേത്രമാണ് മണ്ണാറശാല. വെട്ടിക്കോട് അനന്തനാണ്, വൈഷ്ണവനാണ്. ആയില്യം നാളുകാർ ആരാധിക്കേണ്ട മറ്റൊരു മഹാക്ഷേത്രമാണ് വെട്ടിക്കോട്. ആ ക്ഷേത്ര ദർശനവും ആയില്യം നാളുകാർക്ക് ഗുണവും ഉയർച്ചയും ഐശ്വര്യവും മനസ്സിനും ശരീരത്തിനും സൗഖ്യതയും കുടുംബ ഗുണവും ഒക്കെ നൽകുന്നതാണ്. തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ എല്ലാ കാലവുമുള്ള ദുരിതങ്ങളും നക്ഷത്രദോഷങ്ങളും ഗ്രഹദോഷങ്ങളും മാറുന്നതിന് ഏറ്റവും നല്ലതാണ്. വർക്കല സ്വസ്തിക് ജ്യോഷ്ഠം യൂട്യൂബ് ചാനലിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.